ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കുകയാണ് തോരനായിട്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ബീട്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് എല്ലാം ഇതുപോലെ ഞാനിവിടെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഈ തോരനായിട്ട് ഞാനൊരു കുഞ്ഞ് സവാള, ഒരു പച്ചമുളക് എന്നിവയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു പിടി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതിയാകും നമുക്ക് ഈ ഒരു സിമ്പിൾ തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട്. ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. കടുകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വറ്റൽമുളകിന് പകരം പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ചെത്തി വെച്ചിരുന്ന ബീട്രൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ സവാള ഒക്കെ ആയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞായിട്ട് തന്നെ ചെത്തി കൊടുക്കുക, എന്നാലേ നമുക്ക് ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ തോരന് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ബീട്രൂട്ടിൽ ഒരു അത്യാവശ്യം നല്ലതുപോലെ ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഈ തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ നല്ലതുപോലെ ഒന്ന് തോരനുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയാപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തോരന് നല്ലൊരു മണമൊക്കെ വരുന്നതായിരിക്കും. ഇനി കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തേങ്ങ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിൽ നല്ല മധുരം ഉണ്ടാകും. ബീട്രൂട്ടും അതുപോലെ നല്ല മധുരമാണ്. അപ്പം തേങ്ങ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ തേങ്ങയുടെ മധുരവും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെറിയൊരു മധുരമൊക്കെ അനുഭവപ്പെടുന്നതായിരിക്കും. ഇപ്പം തേങ്ങ മാക്സിമം കുറച്ച് ജസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയത്തേക്കെങ്കിലും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തോരൻ ഇവിടെ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോരനിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്ത് കൊടുക്കാതെയാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തയ്യാറാക്കി എടുക്കുന്നതിനും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയാണ്, നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വളരെയധികം ഗുണങ്ങളാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.